ഇതൊരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ ലൈറ്റൊക്കെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത് നമുക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നല്ല അവിടെ വണ്ടിയൊന്നും നിർത്താൻ പറ്റാത്ത കാരണം കൊണ്ട്, പാർക്കിംഗ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടാണ്. അപ്പം ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എയർപോർട്ടിന്റെ ഭാഗത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അൽകുബ്ര ഗാർഡന്റെ അവിടെ പോയിട്ട് നമ്മൾ ആ ഗാർഡന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ലൈറ്റുകളൊക്കെ നടന്ന് പോയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റൗണ്ട് എടുത്തിട്ട് നമ്മൾ ആ ഗാർഡന്റെ അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ടാണ് കുറച്ച് ദൂരം നടന്ന് ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന ശേഷമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ എല്ലാവരും കാണുക. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമൊക്കെ നമ്മൾ നടന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ കാണാൻ നല്ല രസമായതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുറേ ദൂരം നടന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യുക. ഇവിടെ ഉണ്ടല്ലോ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് വീഡിയോസ് എടുക്കാനൊക്കെ. മാത്രമല്ല അങ്ങനെ നോക്കിക്കാൻ തന്നെ നല്ല ഭംഗിയാട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് ഏരിയ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ലൈറ്റ്സ് കവർ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ കവർ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. കുറേ ഷോർട്സും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ അതേ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. ല്ലോ ഇതൊരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. കണ്ടാൽ നല്ലൊരു അടിപൊളി ഷേപ്പ് അല്ലേ, ഒരു വെയ്സിന്റെ ഒക്കെ ഷേപ്പ്. ഒരു വാട്ടർ ടാങ്ക് ആണ്. ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടിട്ടാ കുടിക്കണത്. ഇപ്പൊ ആൾക്കാർ കുടിക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ തുറന്നൊന്നും നോക്കിയില്ല, വെള്ളം ഉണ്ടോന്നൊന്നും നോക്കിയില്ല. പക്ഷെ അതങ്ങനെ വാട്ടർ ടാങ്ക് ആയിട്ട് വെച്ചേക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോസ് എടുക്കല്, സെൽഫി എടുക്കല്, ഫോട്ടോസ് എടുക്കല്, ഇതൊക്കെ അതിന്റെ ഇടയിൽ നടന്നു കേട്ടോ. ആക്ച്വലി ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് പോരുന്ന വഴി നമ്മൾ ഗോസിമോളിലൊന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അജ്മലിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഒരുപാട് ഹാർഷ് സ്മെല്ലുള്ള സ്പ്രേയും കാര്യങ്ങളൊന്നും പറ്റില്ല. ദച്ചുവിന് ഇതേ പനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വീട്ടിൽ പോകാൻ വേണം. അപ്പോൾ അവനവിടെ മീനൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ മീനുകളൊക്കെ ഉള്ള അക്വേറിയം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണണമെന്നും പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ നമ്മളത് അജ്മലിൽ പോയി. ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല ഫുള്ളായിട്ട് പെർഫ്യൂംസ് ആയതുകൊണ്ട് തന്നെ ഊത, ഓയിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും, എന്തോരം പെർഫ്യൂംസ് ആണെന്നറിയോ. ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാ പെർഫ്യൂം അടിച്ചു നോക്കാനുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അത് നമ്മളിങ്ങനെ ഏട്ടന് ഒരുപാട് ഹാർഡ് സ്മെല്ല് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, സഫക്കേഷൻ ആയിരിക്കും കേട്ടോ ഒത്തിരി സ്മെല്ലുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പം ഇത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ബ്ലൂവിൻ്റെയും ബ്ലൂവിൻ്റെയും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഏട്ടന് ബ്ലൂ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോരുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നല്ല ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പോലെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വാലന്റൈൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്യാനൊക്കെ കരുതിയിട്ടുണ്ടല്ലേ. അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ കാണാനായിട്ട് കേട്ടോ. അത്യാവശ്യം റേറ്റും ഉണ്ട്, അതുപോലെ റേറ്റ് കുറവിൻ്റെ ഉള്ള ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതേ നടന്നിട്ട് ഇവിടെ അക്വേറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ കുഞ്ഞു ഫിഷുകളൊക്കെ ആയിട്ടുള്ളതും പിന്നെ വലിയ ഷാർക്കൊക്കെ ഉള്ളതും അങ്ങനെ കുറേ ആയിട്ട് 2 സെക്ഷനായിട്ട് അക്വേറിയം ഉണ്ട്. അപ്പോൾ ഓരോ ഇതിൻ്റെ, അതായത് സ്റ്റെയറിൻ്റെ താഴെ ഭാഗം തന്നെ അക്വേറിയമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് വലിയ മീനുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക്
മീനുകൾ തമ്മിൽ എന്താണ്ടൊക്കെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു പറഞ്ഞിട്ടില്ലേ ചിലതൊക്കെ. അപ്പം ഈ വീഡിയോസൊക്കെ ഇത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. താഴെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ താഴെ ഭാഗത്ത് 2 മീനുകൾ ഇവിടെ അങ്ങനെ ഭയങ്കര ചാറ്റിംഗ് ആണ് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ല, 2 പേര് നിന്ന് വർത്താനം പറയണ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. അവരിങ്ങനെ ശ്വാസം എടുക്കണ അങ്ങനെ ആക്കണതാണ്, പക്ഷെ കണ്ടാൽ നമുക്ക് അവർ തമ്മിൽ എന്താണ്ട് സംസാരിക്കണ കുട്ടികൾക്ക് തോന്നും കേട്ടോ. പിന്നെ ഒരുപാട് മീനുകളുണ്ട്, കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ വലിയ മീനുകളല്ലേ. അപ്പോൾ അതിങ്ങനെ ഇതെന്താ അലിഗേറ്ററോ അതല്ലേ പറയാ അതിന്. അപ്പം അത് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് മീനുകളുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ അറിയാവുന്ന കൂട്ടുകാർ. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു, തച്ചുവിന് പനിക്കാനും തുടങ്ങി കാരണം പിന്നെ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ. പിന്നെ ഇത് വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.